മനസ്സിൻ്റെ നന്മ പറ്റാത്ത എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ, പടച്ചവനെ ഓർത്ത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുകയും മാക്സിമം നിങ്ങളാൽ കഴിയുന്ന വിധം ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ ഒരു ഷെയറിംഗ് മാത്രം മതി ഈ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ലക്ഷത്തിൽ 1-2 കുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്ന ഓസ്റ്റിയോജെൻസിസ് എന്ന് പറയുന്ന മാരക അസുഖം പിടിപെട്ട് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തത്ര ദയനീയ അവസ്ഥയിലാണ് ഈ പൊന്നുമോളുള്ളത്. ഈ വീട്ടിൽ വന്നപ്പോൾ കരഞ്ഞ് കണ്ണുനീർ വറ്റിയ ഈ അമ്മയും മോളെയും കണ്ട സമയത്ത് സത്യത്തിൽ നമ്മുടെ മനസ്സ് തന്നെ വല്ലാതെ സങ്കടപ്പെട്ടു. കൈകാലുകൾക്ക് റാക്ക് ഘടിപ്പിച്ചിട്ടാണുള്ളത്. അത് ഏകദേശം 18 വയസ്സ് വരെ എല്ലിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഈ റാക്ക് മാറ്റി ഇടണമെന്ന്. ഇതെൻ്റെ മകൾ 8 മാസം തൊട്ട് എല്ലുപൊടി എന്ന അസുഖത്തിന് അടിമപ്പെട്ട് കിടക്കുന്നതാണ്. അവൾക്ക് മുന്നോട്ട് ഒരുപാട് ഓപ്പറേഷൻ കിടക്കുന്നുണ്ട്. നട്ടലിനൊരു മേജറായ സർജറി ആവശ്യമാണ്. അതിന് ഭീമമായ തുക ആവശ്യമുണ്ട്. അതിന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുക. എൻ്റെ മകളെ നടത്താനും എല്ലാവരും ഈ വീഡിയോ കണ്ട് എൻ്റെ മകൾ പറ്റുന്ന പോലെ സഹായിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഓപ്പറേഷന് വേണ്ടി സഹായിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പുന്നാട് പഞ്ചായത്തിൽ 16-ാം വാർഡ് നിയമോളുടെ വീട്ടിലാണ്. നിയമോളുടെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. നിയമോള് ജന്മനാൽ വൈകല്യമുള്ള ഒരു മോളാണ്. ഏകദേശം ഈ ഒരു 13 വയസ്സ് പ്രായമായി. ഈ ഒരു വയസ്സിനിടക്ക് ഏകദേശം മോക്ക് 60ഓളം സർജറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉടനടി തന്നെ മോളുടെ പ്രിയപ്പെട്ടവരുടെ നട്ടലിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഒരു മേജർ ഓപ്പറേഷൻ നിർബന്ധമാണെന്നാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഓപ്പറേഷൻ ചാർജ് മാത്രം 8 ലക്ഷം രൂപ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തുടർ ചികിത്സയും ഹോസ്പിറ്റലിലുള്ള മറ്റുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ആയി വലിയ ഭീമമായ തുക ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് നൽകണം. അതേപോലെ നല്ല കലാപരമായിട്ട് വാസനയുള്ള ഒരു മോള ഇത്. അവള് ചെയ്ത അത് നോട്ടെ, ഇതൊക്കെ ഈ മോള് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ഈ മോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് നൽകണം. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഈ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ പടച്ചവനെ ഓർത്ത് ഉണ്ടാക്കി നൽകണമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത്രയും ദയനീയമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. അത്രയും സങ്കടകരമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. ഈ 60 ഓപ്പറേഷൻ വരെ ഇവര് കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ചെയ്തെങ്കിലും ഇതുവരെ ആരുടെ മുമ്പിലും സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടില്ല. ഇവർക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതലുള്ള ഒരു ഭീമമായ തുകയായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ കൈവിടരുത്. ഇവരെ നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇവരെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു.